ലോകപ്രശസ്തമായ പ്രണയ സ്മാരകം താജ്മഹൽ കനത്ത മൂടൽമഞ്ഞിലും വിഷപ്പുകയിലും അദൃശ്യമായി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉത്തരേന്ത്യയിൽ തുടരുന്ന രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണവും ശൈത്യകാലത്തെ മൂടൽമഞ്ഞും ചേർന്ന് ആഗ്ര നഗരത്തെ പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുകയാണ്. ലോകാത്ഭുതം കാണാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയെത്തിയ വിനോദസഞ്ചാരികൾക്ക് ഇന്ന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. താജ്മഹലിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് സമീപം നിന്നാൽ പോലും സ്മാരകത്തിന്റെ ഒരു ഭാഗം പോലും കാണാൻ കഴിയാത്ത വിധം കാഴ്ച പരിധി പൂജ്യത്തിലേക്ക് താഴ്ന്നു. വായു മലിനീകരണവും മൂടൽമഞ്ഞും ഒത്തുചേർന്നതോടെ രൂപപ്പെട്ട സ്മോഗ് ആഗ്രയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. താജ്മഹലിനെ നോക്കിയാൽ വെളുത്ത പുകപടലങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട്. താജ്മഹലിന്റെ പ്രശസ്തമായ വ്യൂ പോയിന്റുകളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളിൽ സ്മാരകം പൂർണ്ണമായും അപ്രത്യക്ഷമായ നിലയിലാണ്. സാധാരണയായി കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും ദൃശ്യമാകാറുള്ള മാർബിൾ മന്ദിരം തൊട്ടടുത്ത് എത്തിയിട്ടും കാണാൻ സാധിക്കാത്തത് വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. വിദേശങ്ങളിൽ നിന്ന് പോലും എത്തിയ സഞ്ചാരികൾ നിരാശയോടെയാണ് മടങ്ങിയത്. താജ്മഹൽ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തത്, എന്നാൽ ഇവിടെ എത്തിയപ്പോൾ വെളുത്ത പുകയല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് ഒരു സഞ്ചാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വായു നിലവാരം വൻതോതിൽ താഴുകയും തണുപ്പ് കൂടുകയും ചെയ്തതോടെ ആഗ്രയിലെ ജില്ലാ ഭരണകൂടം കടുത്ത മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. വായു മലിനീകരണത്തിൽ നിന്നും തണുപ്പിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം CBSE, ICSE ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ രാവിലെ 10 മണിക്ക് മാത്രമേ തുറക്കാനാകൂ. വൈകുന്നേരം 3 മണിയോടെ സ്കൂളുകൾ അടയ്ക്കണം. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരും. ആഗ്രയിലെ സ്ഥിതി ഇതാണെങ്കിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ അവസ്ഥ അതിലും ഭയാനകമാണ്. തുടർച്ചയായ 9ാം ദിവസവും ഡൽഹിയിൽ ശ്വാസം മുട്ടിക്കുന്ന വായുവും കാശമറയ്ക്കുന്ന പുകമഞ്ഞും തുടരുകയാണ്. നഗരത്തിലെ വായു നിലവാര സൂചിക അതീവ ഗുരുതരം എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഡൽഹിയിലെ അന്തരീക്ഷം വിഷമായതോടെ ജനങ്ങൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ശ്വസന സംബന്ധമായ അസുഖങ്ങളുള്ളവരും പ്രായമായവരും കുട്ടികളും വീടിന് പുറത്തിറങ്ങരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലർക്കും കണ്ണിന് നീറ്റലും തൊണ്ടവേദനയും അനുഭവപ്പെടുന്നുണ്ട്. രൂക്ഷമായ മൂടൽമഞ്ഞ് ഡൽഹിയിലെ വിമാന സർവീസുകളെയും ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചു. കാഴ്ചപരിധി കുറഞ്ഞതോടെ നിരവധി വിമാനങ്ങൾ വൈകുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ മണിക്കൂറോളമാണ് വൈകി ഓടുന്നത്. ഇന്ന് പുലർച്ചെയും സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടായില്ല. കനത്ത മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അന്തരീക്ഷ മലിനീകരണം ഉയർന്ന നിലയിൽ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിൽ തുടരുന്നത് സർക്കാരിനെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുകയാണ്. വായു മലിനീകരണം തടയുന്നതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും പൊതുഗതാഗതം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വായു മലിനീകരണത്തിനൊപ്പം ശൈത്യകാലത്തെ വരൾച്ചയും കാറ്റിന്റെ അഭാവവുമാണ് സ്ഥിതി വഷളാക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിലെ വൈക്കോൽ കത്തിക്കലും വാഹനങ്ങളിൽ നിന്നുള്ള പുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് പുകമഞ്ഞിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. ആഗ്രയിലെയും ഡൽഹിയിലെയും ഈ സാഹചര്യം ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ താജ്മഹൽ സന്ദർശനം മാറ്റിവെക്കുന്ന അവസ്ഥയാണുള്ളത്. അന്തരീക്ഷത്തിലെ വിഷാംശം താജ്മഹലിന്റെ മാർബിളിന്റെ തിളക്കം നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്കയും പരിസ്ഥിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് നഗരങ്ങളിൽ വെള്ളം തളിക്കാനും മലിനീകരണം കുറയ്ക്കാനുള്ള അടിയന്തര നടപടികൾ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ടെങ്കിലും പ്രകൃതി കനിയാതെ വലിയ മാറ്റമുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. യാത്രക്കാർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ട്രാഫിക് പോലീസ് നിർദ്ദേശിച്ചു. മൂടൽമഞ്ഞിൽ ദൂരക്കാഴ്ച കുറവായതിനാൽ ഫോഗ് ലൈറ്റുകൾ ഉപയോഗിക്കാനും വേഗത കുറയ്ക്കാനും ശ്രദ്ധിക്കണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വായു മലിനീകരണം ഒരു വാർഷിക പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താതെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിയില്ലെന്ന് പരിസ്ഥിതി സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. താജ്മഹൽ വീണ്ടും തെളിഞ്ഞു കാണാൻ കാറ്റിന്റെ ഗതി മാറുന്നതിനോ മഴ പെയ്യുന്നതിനോ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ലോകാത്ഭുതം കാണാൻ എത്തിയവരും പ്രദേശവാസികളും.